ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അപ്രതീക്ഷിതമായ ചില പ്രതികൂല സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും, ദൈവം എന്നെ കൈവിട്ടോ, ശിക്ഷാവിധിയാണോ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ദൈവത്തിൻ്റെ ശിക്ഷ എന്നിൽ വന്ന് പതിക്കുകയാണോ? പലരും ഇതിനെക്കുറിച്ച് ഭാരപ്പെടും. പിന്നെ നമ്മുടെ ഉള്ളിൽ കുറ്റബോധങ്ങൾ നിറയുന്നു, പ്രയാസങ്ങൾ നിറയുന്നു. ധ്യാനകേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൂടെ നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. ഈ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ ഇതിൽ നിന്നെല്ലാം കരകയറാം? പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം. റോമ 8:1, കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാം, പ്രതികൂല സാഹചര്യങ്ങൾ വരാം, എന്നാൽ കർത്താവിനോട് ഐക്യപ്പെട്ടിരുന്നാൽ ശിക്ഷാവിധിയില്ല. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ ധന്യരാക്കട്ടെ. ശിക്ഷ അത് കർത്താവിനോട് ഐക്യപ്പെട്ടവർക്കില്ല. അവർക്ക് പല പീഡകളുണ്ടാകാം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. പക്ഷെ അവരുടെ മേൽ ശിക്ഷയില്ല, ശിക്ഷണങ്ങൾ ഉണ്ടായേക്കാം. റോമ 8:1 നമ്മൾ ഇന്ന് ബലപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ, അവൻ്റെ ക്രൂശിനെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ, കർത്താവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല എന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സ്വർഗ്ഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.